കലാബോധമോ സാമാന്യബോധമോ? രാജനഗരത്തിൽ നിന്ന് ഒരു ചിത്രകാരൻ വിജയനഗരത്തിലെത്തി. തന്റെ ചിത്രങ്ങളെല്ലാം രാജാവിന് കാണിച്ചു കൊടുത്തു. ആഹാ, ഈ ചിത്രങ്ങളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. രാമ, ആ മാനിന് നല്ല ഭംഗിയുണ്ടല്ലേ? അതിനെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ രാജാവേ, പക്ഷെ ആ മാനിന് ഒരു ചെവിയേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചോ? രാജാവിന് മറുപടിയില്ലായിരുന്നു. എന്നാൽ ചിത്രകാരൻ അതിനോട് യോജിച്ചില്ല. ആ മാൻ അതിന്റെ വലതുഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇടത് ചെവി കാണാൻ കഴിയാത്തത്. എന്നാലും കുറച്ചെങ്കിലും കാണണമല്ലോ. ചിത്രകാരന് വല്ലാത്ത ദേഷ്യം പിടിച്ചു. നിന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. ആസ്വദിക്കാൻ അറിയുന്നവനെ അഴകെന്താണെന്ന് മനസ്സിലാവും. ചിത്രകാരന്റെ തെറ്റെന്താണെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ രാമൻ തീരുമാനിച്ചു. മഹാരാജാവേ, ഞാനും ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അങ്ങേ കാണിക്കട്ടെ? രാമൻ പറയുന്നതിലെന്തോ തക്കതായ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ്, ശരി രാമ, ഞാനും ചിത്രകാരനും നാളെ നിന്റെ ചിത്രങ്ങൾ കാണാൻ വരാം. അടുത്ത ദിവസം രാജാവും ചിത്രകാരനും രാമന്റെ വീട്ടിലെത്തി. അവിടെ 2 വെള്ള കടലാസ് ഉണ്ടായിരുന്നു. അതിനു മുകളിൽ കുതിര, പുല്ല് എന്നെഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ ചിത്രങ്ങൾ എങ്ങനെയുണ്ട്? ഇതില് പുല്ലുമില്ല, കുതിരയുമില്ലല്ലോ. ഓ, കുതിരയോ? അത് പുല്ല് തിന്നാൻ പോയിരിക്കുക. അതുകൊണ്ട് അതിനെ കാണാൻ പറ്റില്ല. അപ്പൊ പുല്ലെവിടെ? കുതിര പുല്ല് മുഴുവനും തിന്നു കഴിഞ്ഞു. അതുകൊണ്ട് പുല്ലും കാണാൻ പറ്റില്ല. ആസ്വദിക്കാൻ അറിയുന്നവനെ അഴകെന്താണെന്ന് മനസ്സിലാവും. ചിത്രകാരന് തന്റെ തെറ്റിനെ ഓർത്ത് നാണക്കേട് തോന്നി.